Good morning, everyone. Welcome back to yet another Shibudinam with Aparna. Some days I wake up very low on energy. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. അങ്ങനത്തെ ദിവസങ്ങൾ ഭയങ്കര ചടപ്പാണ് മുന്നോട്ട് പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ. എന്താ പറയുക, എൻ്റെ തലയിലൊരു കല്ല് കയറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുക. ഐ ഡോണ്ട് നോ വൈ ദാറ്റ് ഹാപ്പൻസ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഞാൻ ഫിഗർ ഔട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാവിലെ എണീച്ച ഉടനെ മേക്ക് യുവർ ബെഡ്. ദാറ്റ് ഈസ് ഗോണ സോൾവ് ഹാഫ് ദി പ്രോബ്ലം. നമ്മൾ അന്നത്തെ ദിവസത്തിൻ്റെ കുറച്ചൊക്കെ ഒരു മോട്ടിവേഷൻ ബെഡ് വൃത്തിയാക്കുമ്പം കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ദ ഫ്ലോസർ ദറ്റ് ഐ എം യൂസിങ്, ഇതിന് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ഫാൻസാണ്. പല്ല് വെച്ചിട്ട് ഫ്ലോസ് ചെയ്യും. ഇതെൻ്റെ ഗുഡ് ഹാബിറ്റാണ്. കാനഡ ഇൻ ജനറൽ ഇസ് എ വെരി കോൾഡ് കൺട്രി. അപ്പം ഇത്രയും തണുത്തൊരു രാജ്യത്ത് ജീവിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് ഡിപ്രസ്ഡും ഇനാക്റ്റീവും ആവാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. ഞാൻ മെൻ്റലി സെയിൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ഇങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ സോൾട്ട് ലാമ്പ് കത്തിക്കുക, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ അരോമ തെറപ്പി ചെയ്യും, ഇടയ്ക്ക് ചായ കുടിക്കും. സോ ഇതൊക്കെ രാവിലെ എണീച്ചിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷമാണ്. പേഴ്സണൽ ഡി എംസിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോഴന്ന് ഹൗ ആർ യു ഗെറ്റിംഗ് ദറ്റ് എനർജി ടു ഡു തിങ്സ് ഇൻ ദ മോർണിംഗ് എന്നാണ്. സത്യം പറയാലോ, ഐ ഡോണ്ട് ഹാവ് എൻ ആൻസർ ഫോർ ദാറ്റ്. എടാ, ഞാനേ എങ്ങനെ ഓടുന്ന വണ്ടിയാണ്. എന്നോട് നീ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ പറയണ്ടേ? ഇറ്റ്സ് നോട്ട് ദറ്റ് തിങ്സ് ആർ ഈസി ഫോർ മീ. എവറിത്തിങ്സ് വെരി മെൻ്റലി ചാലഞ്ചിങ്. അതൊരു പല്ലേക്കുന്നൊരു കാര്യമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ രാവിലെ എണീക്കുന്നതാണെങ്കിൽ പോലും, ഇറ്റ്സ് ഹൈലി മെൻ്റലി ചാലഞ്ചിങ്. ദ തിങ് ഈസ്, ഐ ട്രൈ എവറി ഡേ. അതിപ്പം ഒരേ കാര്യമാണെങ്കിൽ പോലും ഐ റിയലി ട്രൈ. തോക്കുന്നതിലും ജയിക്കുന്നതിലും ആണ് കാര്യം എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ട്രൈ ചെയ്യുന്നതിലാണ് കാര്യം എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ജസ്റ്റ് ടെൽ മീ വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്. നമുക്കിന്ന് ജോലിക്ക് പോകണം. സോ ഐ ജസ്റ്റ് ഗോട്ട് റെഡി റിയലി ഫാസ്റ്റ്. ഐ ഡിഡ്ന്റ് സ്റ്റൈൽ മൈ ഹെയർ. 2 ദിവസം മുമ്പ് തല കുളിച്ചാണ്, അതേപോലെ തന്നെ ഉണ്ട്. സോ ലെറ്റ്സ് ഡു എ സ്ലീക്ക് ബൺ. ദാറ്റ് ഈസ് എ വെരി സേഫ് ഹെയർ സ്റ്റൈൽ ദാറ്റ് ഐ റിയലി ലൈക്ക്. സോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് ഐ എം യൂസിങ് ഫോർ മൈ ബേബി ഹെയർസ്. സോ ഐ എം ജസ്റ്റ് യൂസിങ് ദിസ് ജെൽ. ഇറ്റ്സ് കോൾഡ് എ സ്കൾപ്റ്റിംഗ് ജെൽ. അതാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇങ്ങനെ മുടി എപ്പോഴും ഇങ്ങനെ വലിച്ചു കെട്ടി 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 ഇങ്ങനെ നെറ്റി കയറാൻ തുടങ്ങി. ഐ യൂസ് ദിസ് ബ്രഷ്. മോർ ജെൽ. ഞാൻ അതിനെ പശാന്നാണ് പറയാറ്. പക്ഷെ ഇട്ട് അങ്ങോട്ട് ഒട്ടിക്കുക, വടി പോലെ ഉണ്ടാവണം. ദാറ്റ് ഈസ് അവർ എയിം. മഞ്ഞത്ത് ജോലിക്കൊന്നും പോകുന്ന അത്ര രസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഐ ഗോട്ട് ബിൽസ് ടു പേ. സോ എപ്പോഴും ഞാൻ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ എപ്പോഴും ബ്ലാക്ക് ഇടുന്നതെന്ന്. സോ എൻ്റെ ജോലിയിൽ ബ്ലാക്ക് മാത്രമേ ഇടാൻ പാടുള്ളൂ. സോ അതുകൊണ്ടാണ് എപ്പോഴും ബ്ലാക്ക് ഇടുന്നത്. പിന്നെ എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ എപ്പോഴും ബ്ലാക്ക് ഇടുന്നത്. പിന്നെന്താ, ഇന്ന് ഞാൻ ആക്ച്വലി ശരിക്കും മേക്കപ്പ് ഇടുമ്പം മേക്കപ്പ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരണം വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് കറക്റ്റ് ഞാൻ ലേറ്റായി. സോ ഇപ്പം ഇനി വേഗം ഫുഡ് പാക്ക് ചെയ്തിട്ട് നമുക്ക് പോകണം. ഓക്കെ? ആക്ച്വലി തണുപ്പ് ഭയങ്കര കുറവാണ്. കിട്ടിയിട്ടില്ലല്ലോ, ഇല്ല. ഇതാ ഓണാവാനൊരു ബുദ്ധിമുട്ട്. നമുക്ക് പോവാം. ടുഡേ ഐ എം വർക്കിംഗ് ഇൻ ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട്. ജോലിയിൽ ഓരോ ഷിഫ്റ്റും ഓരോ സ്ഥലത്താണ് ഉണ്ടാവുക. സോ ബേസിക്കലി ഐ ഡോണ്ട് ഹാവ് എ ഫിക്സ്ഡ് ലൊക്കേഷൻ ഫോർ മൈ വർക്ക്. അവരെവിടേക്ക് തന്നെ പോസ്റ്റ് ചെയ്യുന്ന അവിടേക്ക് ഞാൻ പോയി വർക്ക് ചെയ്യണം. സോ എവിടെയൊക്കെ എസ്റ്റേ ലോഡറിൻ്റെ പ്രോഡക്ട്സ് ഉണ്ടോ അവിടെയൊക്കെ എനിക്ക് പോയി വർക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പം എൻ്റെ അച്ഛൻ പഠിപ്പിച്ച തന്നെയാണ്. സോ ആദ്യം വണ്ടി എപ്പോഴും കുറച്ചിങ്ങനെ മുന്നോട്ട് എടുത്തിട്ട് മാത്രമേ റിവേഴ്സ് ഇടാൻ പാടുള്ളൂ എന്നാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഫോളോ ഓൾ ദ ടൈം. എപ്പോഴും ഞാൻ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് ഞാൻ ബാക്കിലോട്ട് എടുക്കാറുള്ളൂ. അച്ഛൻ അങ്ങനെ പഠിപ്പിച്ചാണ്. അപ്പം നമ്മൾ ചെയ്യണം. ഇവിടെയാണ് ഞാനിന്ന് വർക്ക് ചെയ്തത്. വളരെ നീറ്റ് ആൻഡ് ടൈഡി ആൻഡ് പിന്നെ കുറച്ചിങ്ങനെ റിച്ചായി തോന്നുന്ന ഒരു ഷോപ്പേഴ്സാണ് ഇത്. ദിസ് ജോലി ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ടച്ച് വുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജോലി. അതുകൊണ്ട് ഈ ജോലിക്ക് കരഞ്ഞിട്ട് പോകുന്നത് വളരെ കുറവാണ്. ഇങ്ങനെ കോട്ടിട്ട് പോകുന്നതേ ഉള്ളൂ. ഉച്ചക്ക് കഴിക്കാൻ ചോറും സാമ്പാറും മുട്ട തന്നെയായിരുന്നു. പിന്നെ കുറച്ച് അച്ചാറും ഉണ്ടായിരുന്നു. ആഹാ, അന്തസ്. ഇന്ന് ലഞ്ച് റൂമിൽ ഗോസിപ്പിംഗ് ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ചാൽ മകൻ പോയി. പക്ഷെ എവിടെയാണ് പോയതെന്ന് അറിയില്ല. കറിയിൽ വീണതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ആഫ്റ്റർ മൈ വർക്ക് ഐ വെൻറ്റ് ടു
പിക് ആകാശ് പ്രദീപ്. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഭയങ്കര ടയേർഡായിരുന്നു ബോത്ത് ഓഫ് us. ഇന്ന് വീട്ടിൽ പോയി ഡിന്നർ കുക്ക് ചെയ്ത് തിന്നാനുള്ള എനർജി ഒന്നും രണ്ടാൾക്കും ഉണ്ടായിരുന്നില്ല. വി ബോത്ത് ലവ് ദിസ് പ്ലേസ്. ഇവിടെ ഇതൊരു വിയറ്റ്നാമീസ് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ വിയറ്റ്നാമീസ് ഞങ്ങൾ എന്താ ഓർഡർ ചെയ്യാറ്, ബീഫ് ഫോ അങ്ങനെയാണെന്ന് തോന്നുന്നു അതിന് പറയാം. ബീഫ് ഫോ ആണ് നമ്മൾ ഓർഡർ ചെയ്യാറ് എപ്പോൾ വന്നാലും. ഇത് ഭയങ്കര സെറ്റപ്പ് കടയൊന്നുമല്ല, ചെറിയ കടയാണെങ്കിലും ഭയങ്കര ടേസ്റ്റി ആൻഡ് ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. ഇവിടെ ഓർഡർ ഒന്നും വന്ന് എടുക്കുന്നില്ല, മെനുവിൽ നോക്കി നമ്മൾ തന്നെ എഴുതിയിട്ട് ഒരു സാധനത്തിൽ ഇങ്ങനെ എഴുതിയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ഫുഡ് കൊണ്ടുത്തരും. അങ്ങനെയാണ്. ഒരു പ്രോൺസിൻ്റെയും പോർക്കിൻ്റെയും റൈസ് പേപ്പർ റോളാണ് ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം, ബീഫ് ഫോ. ബീഫിൻ്റെ ബ്രോത്തും അതിനകത്ത് കുറച്ചിങ്ങനെ നൂഡിൽസ് എല്ലാം ഇട്ടിട്ടുള്ള ഒരു ഡിഷാണ്. ഇവർ ഓർഡർ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ സ്പൈസ് ലെവലും ചോദിക്കും. അപ്പം നമ്മൾ ഈ ഫോ പറഞ്ഞിട്ടുണ്ടായത് ഏറ്റവും സ്പൈസിയസ്റ്റ് ലെവലാണ് പറഞ്ഞിട്ടുണ്ടായത്. എപ്പോൾ ഈ ഫോ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കരയും, എരിഞ്ഞിട്ട് അത്രയ്ക്ക് എരിവാണ്. പക്ഷേ കാരണം കാനഡയിൽ വന്നതിന് ശേഷം എൻ്റെ സ്പൈസ് ടോളറൻസ് കുമ്പളാണ്, ഒട്ടും പറ്റൂല. പണ്ട് നല്ലോണം എരിവ് കഴിക്കുമായിരുന്നു നാട്ടിലുള്ളപ്പം, പക്ഷെ ഇപ്പോൾ പറ്റൂല മോനെ. നമ്മൾ ട്രൈ ചെയ്യും. ഇനി നമുക്ക് ഉറങ്ങാം. ഇന്നത്തെ വീഡിയോ ഭയങ്കര മൈക്ക് ഇവിടെ വാ മൈക്ക്. ഇന്നത്തെ വീഡിയോ ഭയങ്കര ഷോർട്ട് ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഐ റിയലി നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് വീഡിയോ, ബട്ട് സ്റ്റിൽ ഞാൻ എന്താ പറയുക, ഇറ്റ്സ് ജസ്റ്റ് മൈ എവറി ഡേ ഇൻ കാനഡ, അത്രയേ ഉള്ളൂ. എന്താ ഇതിനകത്ത് ഞാൻ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത കുറച്ച് ആദ്യത്തെ കുറേ ഭാഗങ്ങളുണ്ട്. ഐ റിയലി ഹോപ്പ് യു നോട്ടീസ്ഡ് ഓൾ ദോസ് പ്രിറ്റി ഫ്രെയിംസ്. നോട്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ബാക്കിൽ പോയി നോട്ടീസ് ചെയ്യണം, അതാണ് ഞാൻ ഇൻഡയറക്റ്റ്ലി പറയുന്നത്, മനസ്സിലായോ? ടൈം ഫോർ മീ ടു ഗോ ടു സ്ലീപ്പ് ബിക്കോസ് ടുമോറോ ഇസ് ഗോയിങ് ടു ബി എ ലോങ് ഡേ ആസ് വെൽ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. എവറിബഡി, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ റിയലി അപ്രിഷിയേറ്റ് ഇറ്റ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ഗുഡ് നൈറ്റ്.